പൊങ്കാല ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരാളാണ് രാജലക്ഷ്മി ചേച്ചി, പിന്നണി ഗായിക. ഒരുപക്ഷെ പൊങ്കാല ദിവസത്തിൽ ചിപ്പി ചേച്ചിക്കൊപ്പം എല്ലാ വട്ടവും പൊങ്കാല ഇടുന്ന ഒരാൾ കൂടിയാണ്. വലിയ സന്തോഷമുണ്ട്, കാരണം ന്യൂസ് 18 പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്നതിൽ രാജലക്ഷ്മി ചേച്ചി മാത്രമല്ല നമുക്കൊപ്പം ഉള്ളത്, അമ്മയും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അമ്മയും ഒരു അസാധ്യ പാട്ടുകാരിയാണ്. വലിയ സന്തോഷത്തോടു കൂടി ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രാജലക്ഷ്മിയുടെ ചേച്ചിയുടെ പ്രൊഫൈലൊക്കെ തന്നെ അമ്മയുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ആദ്യം അമ്മയോട് ചോദിക്കാല്ലേ, ഒരുപക്ഷെ അമ്മയുടെ എത്രാമത്തെ ഒരു പൊങ്കാലയാണ്? അഞ്ചാമത്തത്. ചേച്ചി ഒരുപക്ഷെ അഞ്ചാമത്തെ? അല്ലല്ല, ഞാൻ ഓൾമോസ്റ്റ് 15 20 ഒക്കെ ആയിട്ടുണ്ട്. അതിനടുപ്പിച്ചായി. അമ്മയുടെ റെക്കോർഡുകൾ ഭേദിച്ച് അല്ലെ ചേച്ചി? ഞങ്ങൾ എറണാകുളമാണല്ലോ സ്ഥലം. അപ്പൊ ഞാനിവിടെ തിരുവനന്തപുരത്ത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പൊങ്കാല കൃത്യമായി ഇടുന്നത്. അപ്പൊ ആ വർഷമാണ് ഞാൻ പറഞ്ഞ ഏകദേശം 20 അടുപ്പിച്ച് ഞാൻ ഇടുന്നുണ്ട്. അമ്മ ഇടയ്ക്ക് ഇപ്പൊ ഇനിയിപ്പോ അമ്മ റെഗുലർ ആവുന്നാണ് എനിക്ക് തോന്നണം. ഉറപ്പല്ലേ ഇനി തൊട്ട് റെഗുലർ ആയിട്ട് പൊങ്കാല ഇടാൻ സാധ്യതയുള്ള ഒരാളായിരിക്കും? അതെ. ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത? പ്രത്യേകത ഞാൻ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ്. ആറ്റുകാൽ അമ്മയുടെ അടുത്ത് തന്നെ ഇടാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷം. അടുത്ത് തന്നെ ഒരു തടസ്സവും ഇല്ലാതെ നന്നായിട്ട് ഇടാൻ പറ്റും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സെലിബ്രിറ്റി ഫേസസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇടുന്ന ഒരു സ്പേസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് ഈ സ്പേസ്. കംഫർട്ടബിൾ ആണ്, പക്ഷേ ഇതിന് ഈ സ്ഥലത്തിനൊരു ആംബിയൻസ് ഉണ്ട്. കാരണം തൊട്ടടുത്ത് ഈ ക്ഷേത്രത്തിന്റെ മണിയടിയും അത് ഭയങ്കര ഒരു ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യണേ. പക്ഷെ അതിന്റെ പോലെ തന്നെ തിരക്കും ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് അധികം ഉള്ളതുകൊണ്ട് ഒരുപാട് മീഡിയ ജനങ്ങള്, പിന്നെ ചിപ്പി ചേച്ചിയുടെ ചുറ്റിലും ഇങ്ങനെ വലിയ ജനാവലിയാണ്. എല്ലാ വർഷവും ചിപ്പി ചേച്ചി എവിടെയെന്ന് ചോദിക്കുന്ന ആളുകളാണ് ചുറ്റും. പ്രത്യേകിച്ച് ടി വി കാണുന്ന ഭക്തർ ഏറ്റവും കൂടുതൽ ആറ്റുകാലമ്മയുടെ വീഡിയോ കാണുന്ന പോലെ തന്നെ ചിപ്പി ചേച്ചി വീഡിയോ കാണുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തുടരുമെന്ന സിനിമയുടെ സെലിബ്രേഷൻ ഒക്കെ തന്നെ നടക്കുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥന ചിപ്പി ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അതിൽ പാട്ടുപാടിയ ഒരാൾ കൂടിയാണ് അല്ലേ? ചേച്ചി അന്ന് പ്രാർത്ഥിക്കുമ്പോ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി രാജി പ്രാർത്ഥിക്കുമ്പോ ഞാൻ ഈശ്വര തുടരുന്നു. അപ്പോഴെനിക്ക് അറിഞ്ഞൂടാ ഞാനൊരു പാടുന്നുള്ളത് എനിക്കറിയില്ല. പാട്ട് തുടരും സിനിമയിൽ പാട്ട് പാടുന്നതിന് മുൻപായിരുന്നു പൊങ്കാല നടക്കുന്നത്. അതെ, അതിന്റെ വർക്ക് നടക്കുമ്പോഴല്ലേ, ഞാൻ അതിന് ശേഷമാണ് പാടുന്നത്. അപ്പൊ അതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സർപ്രൈസ് തന്നതാ എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇത്തവണ വീണ്ടും അടുത്തിരുന്ന് തുടരും സക്സസ് ആയി. എന്നിട്ട് പൊങ്കാലയിടുമ്പോ ഒരു പ്രത്യേകത, വിളിച്ചാൽ വിളിപ്പുറത്താണ് ദേവി എന്ന് പറയുന്നതിനൊരു ഒരു അടയാളം കൂടിയാണ് തുടരും എന്ന സിനിമ. വളരെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് അത് കടന്നു പോവുകയും ചെയ്തു. വിജയത്തിന്റെ പിന്നിൽ ചേച്ചിയുടെ ഒരു വലിയ പ്രാർത്ഥനയുണ്ട്, അത് കണ്ട ആളാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന ഈ വർഷം? അല്ല, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വർഷം ഇന്നൊരു കാര്യം അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഇതൊരു നല്ലൊരു അനുഭവമാണല്ലോ. പിന്നെ ഇത്തവണ ഒരുപാട് പേർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ ഒരുപാട് അടുത്ത സുഹൃത്തുക്കൾക്ക് ഇപ്പം ഗൾഫ് മേഖലയിലുള്ളവരൊക്കെ ഇങ്ങ് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അല്ലാതെ കുറച്ച് പേർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇത് മനസ്സിലുണ്ട്. അവർക്കും കൂടി ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പൊങ്കാലയിട്ടത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള പ്രവാസികളൊക്കെ തന്നെ കുറച്ച് കഷ്ടപ്പാടിലാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന അവർക്കൊപ്പം എപ്പോഴും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ വർഷം ഏതൊക്കെ സിനിമ, ഇനിയിപ്പോ പുതിയ സിനിമകളൊക്കെ ഇറങ്ങാൻ നിൽക്കുന്നു? 2-3 സിനിമ 3-4 എണ്ണമൊക്കെ പാടിയിട്ടുണ്ട്. അതൊക്കെ ഇനി സിനിമയല്ലേ, ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അമ്മയെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു രാജലക്ഷ്മി പാട്ടുകാരിയാകുന്നതിന് മുൻപ് തന്നെ വളരെ സിംഗറായിട്ട് പോപ്പുലർ ആയില്ലെങ്കിൽ പോലും തലയിലെഴുത്ത് എങ്കിൽ പോലും അസാധ്യമായി പാടുന്ന ഒരാളാണ്. ഒരുപക്ഷെ രാജലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം പാട്ടുകൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ അമ്മ ഇതെല്ലാം ഒരു റിട്ടയർഡ് ലൈഫ് പോലെയാണ് ഇപ്പൊ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വെറുതെ ഞാനും അമ്മയും പാടിയ ഒരു വീഡിയോ അമ്മ അറിഞ്ഞിട്ടില്ല, ഞാനെടുത്തത് ഫേസ്ബുക്കിലാണ് ഇട്ടത്. അപ്പൊ അത് കയറി ഇങ്ങനെ ഭയങ്കരമായിട്ട് പോയി. അപ്പോഴാണ് ആൾക്കാർക്ക് എന്റെ അമ്മ പാടുന്ന അറിയണത്. അപ്പൊ പിന്നെ ഞങ്ങൾ അതൊരു സ്വഭാവമാക്കി. അമ്മയെ കൊണ്ട് രണ്ടുപേര് പാടിപ്പിച്ചാലോ, എന്താ അഭിപ്രായം? അതെ, അമ്മ പാട്ട്, കാരണം രാജലക്ഷ്മി ചേച്ചിയുടെ പാട്ട് ഒരുപക്ഷെ നമ്മളെല്ലാരും സ്ഥിരം. അതെ. അപ്പം അമ്മ ഒരു 2 വരി പാട്ട് നമ്മൾ പ്രേക്ഷകർക്ക്, എനിക്കറിയാം ഇവിടത്തെ ഒരു അവസ്ഥയൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ പോകുക, എന്നാലും 2 വരി നമുക്ക് വേണ്ടിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്മേ, നീ എൻ മനസ്സിൽ ഭക്തിയോടെ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ. തീർച്ചയായിട്ടും ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കലാകാരിയാണ് എനിക്ക് ഒപ്പം നിൽക്കുന്നത്. അതിന്റെ ഒരു കലാവാസന ഒരു പക്ഷേ നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു രാജലക്ഷ്മി ചേച്ചിയിലൂടെയാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. അതാണ്
ആദ്യം പറഞ്ഞത് ചേച്ചി അമ്മയായിട്ട് പാടുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് ചേച്ചിയുടെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ സ്ഥിരം കേൾക്കും എന്ന് പറഞ്ഞ ഒരു പക്ഷെ വിശ്വസിക്കുന്ന അറിയില്ല. അവസാനം ആ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്ന പാട്ട് ഞാൻ വളരെ അതെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു പാട്ടുകൂടെ. എന്തായാലും രാജലക്ഷ്മി ചേച്ചിയുടെ ഒരു ഫാൻസിന് ഒരു പക്ഷേ എന്നോട് പിണക്കം തോന്നണ്ടെന്ന് എഴുതിയിട്ട് രണ്ടൊരു പാട്ട് നമുക്ക് അവിടെ നിന്നായാലോ? അപ്പൊ ദൂരെ ദൂരെ പാടാം. അതായിരിക്കും നല്ലത്. ദൂരെ ദൂരെ ആഴി പെണ്ണിൻ ഏഴാം പൂമേട കാണാൻ ആരൻ മുത്തേ നിന്നെ കൂട്ടി ആരും കാണാതെ പോയി. താങ്ക് യു സോ മച്ച്. ഭയങ്കര സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് അല്ലേ. കാരണം ഭയങ്കര സന്തോഷം എന്നുള്ളത് വിളിച്ചപ്പോൾ തന്നെ അത് ഓടിയെത്തി. അപ്പൊ എല്ലാ വർഷവും ഇതുപോലെ പൊങ്കാലിടാനും ഇതുപോലെ എനിക്ക് ഇന്റർവ്യൂ എടുക്കാനും സാധിക്കട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. പൊങ്കാലയ്ക്ക് നാദരയാണ് ആദ്യം. പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കണം, അമ്മ ആദ്യമായിട്ടൊരു മൈക്കിന് മുന്നിലേക്ക് നിൽക്കുന്നത് നാദറയുടെക്കൊപ്പമാണ്. അത് ഉറപ്പായിട്ടും അമ്മ ഇനി എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ സംസാരിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. പൊങ്കാലിടുമ്പോൾ പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച് അമ്മ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.